നമസ്കാരം, ജീവൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് 80 നിയമസഭാ മണ്ഡലങ്ങളിൽ ആധിപത്യം നേടി UDF. LDFന് 58 മണ്ഡലങ്ങളിൽ മാത്രം. രണ്ടിടത്ത് മുൻതൂക്കം BJPക്ക്. തെരഞ്ഞെടുപ്പ് പരാജയം ഭരണവിരുദ്ധ വികാരത്താലല്ലെന്ന് CPM. രാഷ്ട്രീയ വോട്ട് കുറഞ്ഞില്ലെന്നും നേതൃയോഗം. വിശകലനത്തിന് LDF സംസ്ഥാന സമിതി നാളെ. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 25 ലക്ഷം പേരുടെ കാര്യത്തിൽ വ്യക്തത വരുത്താനുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആശങ്കയിൽ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ. ബലാത്സംഗ കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ല വിടരുതെന്ന് SIT. മുൻകൂർ ജാമ്യത്തിനെതിരായ സർക്കാർ അപ്പീൽ പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ള ദേശീയ തലത്തിലും വിഷയമാക്കി UDF MPമാർ. പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധം. തൊണ്ടി മുതൽ കണ്ടെത്താത്തത് ദുരൂഹമെന്ന് രമേശ് ചെന്നിത്തല. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 80 നിയമസഭാ സീറ്റുകളിൽ ഭൂരിപക്ഷം UDFന്. LDFന് 58 നിയമസഭാ സീറ്റിലും NDAക്ക് 2 സീറ്റിലും ഭൂരിപക്ഷമുണ്ട്. മലപ്പുറം, വയനാട്, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ UDFന്റെ സമഗ്രാധിപത്യമാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ LDFന് മുൻതൂക്കമുണ്ട്. കണ്ണൂരിൽ 1 സീറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് LDFന്റെ മുൻതൂക്കം. തിരുവനന്തപുരത്തെ നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ NDAക്ക് ഭൂരിപക്ഷമുണ്ട്. തൃശൂരിൽ BJPക്ക് 1 നിയമസഭാ മണ്ഡലത്തിൽ പോലും ഭൂരിപക്ഷമില്ല എന്നതും ഈ കണക്കിലെ പ്രത്യേകതയാണ്. തിരുവനന്തപുരം ജില്ലയിൽ LDFന് മേൽക്കൈയുണ്ട്. UDFന് 2ഉം NDAക്ക് 2ഉം സീറ്റുകളിൽ മുൻതൂക്കമുണ്ട്. കൊല്ലത്ത് LDFന് 7 സീറ്റും UDFന് 4 സീറ്റും മേധാവിത്വം ലഭിച്ചു. ആലപ്പുഴയിൽ LDFന് 7 സീറ്റുകളിലും UDFന് 2 സീറ്റുകളിലും ആധിപത്യം ഉറപ്പിച്ചു. എറണാകുളത്തെ UDF 14 നിയമസഭാ മണ്ഡലങ്ങളിലും UDFനാണ് മേൽക്കൈ. പത്തനംതിട്ടയിലെ 6 സീറ്റുകളിലും UDFന് തന്നെയാണ് മേധാവിത്വം. കോട്ടയത്ത് UDF 5ഇടത്തും LDF 3ഇടത്തും ആധിപത്യം നേടി. ഇടുക്കിയിൽ UDF 4ഇടത്താണ് മുൻതൂക്കം നേടിയത്. LDFന് 1ഇടത്ത് മാത്രമാണ് സ്വാധീനം. തൃശൂരിൽ LDFന് 11 നിയമസഭാ സീറ്റുകളിൽ ആധിപത്യമുണ്ട്. UDFന് 2ഇടത്തും. മലപ്പുറത്തെ 14 നിയമസഭാ സീറ്റുകളിലും UDFന്റെ സമഗ്ര ആധിപത്യമാണ്. വയനാട്ടിലെ 3ഇടത്തും സ്ഥിതി മറിച്ചല്ല. പാലക്കാട് ജില്ലയിൽ 8ഇടത്ത് LDFനാണ് മേൽക്കൈ. UDFന് 4ഇടത്തും. കോഴിക്കോട് ജില്ലയിൽ 10ഇടത്താണ് UDFന് ആധിപത്യം. LDF 3ലേക്ക് ചുരുങ്ങി. കണ്ണൂർ ജില്ലയിൽ LDFന് 6 മണ്ഡലങ്ങളിലും UDFന് 5 മണ്ഡലങ്ങളിലും സ്വാധീനം വ്യക്തം. കാസർഗോഡ് UDF 3 മണ്ഡലങ്ങളിൽ ആധിപത്യം നേടിയപ്പോൾ LDF 2ലേക്ക് ചുരുങ്ങി. ന്യൂസ് ഡെസ്ക് ജീവൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് വിലയിരുത്തിയ CPM. രാഷ്ട്രീയ വോട്ടുകളും ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലെ വോട്ട് കണക്കും ഇടതുമുന്നണിക്ക് അനുകൂലമാണെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. സർക്കാരിനോടുള്ള എതിർപ്പല്ല, മറ്റു ഘടകങ്ങളാണ് ഫലത്തെ സ്വാധീനിച്ചത്. എതിർപ്പുകളെ മറികടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരാനാകുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ. സർക്കാർ പ്രവർത്തനങ്ങളിൽ എതിരഭിപ്രായം ഉണ്ടായിട്ടില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. രാഷ്ട്രീയമായി ജനം വോട്ട് ചെയ്ത കണക്കെടുത്താൽ 68 മണ്ഡലങ്ങളിൽ LDFനാണ് ലീഡെന്നും പാർട്ടി വിലയിരുത്തുന്നു. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊളയും ഉൾപ്പെടെ തിരിച്ചടിയായിട്ടുണ്ട് എന്നതാണ് നേതാക്കൾക്കിടയിലെ വികാരം. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല വിവാദം പ്രതീക്ഷിച്ചതിലും കൂടുതൽ തിരിച്ചടിച്ചെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തെരഞ്ഞെടുപ്പിലെ അടിയൊഴുക്കുകൾ കണ്ടെത്തുന്നതിൽ LDF പരാജയപ്പെട്ടു. കൂട്ടായി തിരുത്തി LDF തിരിച്ചുവരുമെന്നും നിയമസഭയിലുള്ള തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ചു കാലമേ ഉള്ളൂവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പാർട്ടിയുടെ കമ്മിറ്റികൾ അതേപ്പറ്റി ഗൗരവമായിട്ട് പരിശോധിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതൊരു കമ്മ്യൂണിസ്റ്റ് ചുമതലയാണത്. ഇതിന്റെ ആദ്യഘട്ടമാണ് ഇന്നത്തെ കമ്മിറ്റികൾ, സെക്രട്ടേറിയറ്റും ഉണ്ട്, എക്സിക്യൂട്ടീവും ഉണ്ട്. ഞങ്ങൾ അതേപ്പറ്റി ആത്മാർത്ഥമായി പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് തിരുത്തി മുന്നോട്ട് പോകും. ഇടതുപക്ഷം തീർച്ചയായിട്ടും തിരിച്ചു വരും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ LDF സർക്കാരിനെ വിമർശിച്ച CPI മുഖപത്രമായ ജനയുഗം.
ആത്മപരിശോധനയും ഗതിമാറ്റവും അനിവാര്യമാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നതെന്ന് എഡിറ്റോറിയലിൽ ജനയുഗം പറയുന്നു. LDF സർക്കാരിന്റെ അടുത്ത കാലത്തെ ചില നടപടികളിലെങ്കിലും ജനവിശ്വാസത്തിന് തെല്ലെങ്കിലും ഉലച്ചിൽ സംഭവിക്കാൻ കാരണമായിട്ടുണ്ടോ എന്നുള്ള ആത്മപരിശോധനയ്ക്ക് കൂടിയുള്ള അവസരമാണിതെന്ന് ജനയുഗം പറയുന്നു. കഴിഞ്ഞ ഒരു ദശാബ്ദത്തോളമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കണക്കുകൂട്ടലുകൾക്ക് വിരുദ്ധവും കനത്ത രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തുന്നതുമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും ജനയുഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മതബോധത്തോടും ജാതീയതയോടും മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയം പാലിക്കേണ്ട അകലം പാലിക്കുന്നില്ലെന്നും അത്തരം പ്രവണതകളോടും ശക്തികളോടും മൃദുസമീപനം കൈക്കൊള്ളുന്നുവെന്നുള്ള തോന്നലും പ്രതിപക്ഷ മാധ്യമ പ്രചാരണങ്ങളും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ജനവിഭാഗങ്ങളിൽ ആശങ്ക വളർത്തുക സ്വാഭാവികമാണ്. സതുദ്ദേശത്തോടെയെങ്കിലും LDF സർക്കാർ സമീപകാലത്ത് കൈക്കൊണ്ട ചില നടപടികളിലെങ്കിലും വിവിധ ജനവിഭാഗങ്ങളിൽ ആശങ്കയും സംശയവും ജനിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതും ബന്ധപ്പെട്ടവർ പരിശോധിക്കണമെന്നും മുഖപ്രസംഗം ആവശ്യപ്പെടുന്നു. മതങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും ജനജീവിതത്തിൽ പ്രാമുഖ്യമുള്ള സമൂഹത്തിൽ അവയുടെ നിയന്ത്രണാധികാരത്തിനായി നിയോഗിക്കപ്പെടുന്നവർ സംശുദ്ധവും സുതാര്യവുമായി ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടാൽ അതിന് മറുപടി നൽകാൻ രാഷ്ട്രീയ നേതൃത്വം കടപ്പെട്ടിരിക്കുന്നുവെന്നും ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുവെന്നാണ് ജനയുഗത്തിന്റെ വിമർശനം. രാഷ്ട്രീയമായി ജനങ്ങളെ അർഹിക്കുന്ന അളവിൽ വിശ്വാസത്തിലെടുക്കുന്നതിൽ മുന്നണിക്കും ഭരണകൂടത്തിനും വേണ്ടത്ര കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണെന്നും ജനയുഗം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജീവൻ. കോൺഗ്രസിന് ഭരണം ലഭിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരുൾപ്പെടെ തീരുമാനിക്കുന്നത് പ്രാദേശിക തലത്തിൽ. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം ഉടൻ DCCകൾക്ക് നൽകും. ഘടകകക്ഷികളുമായി അധികാരം പങ്കിടുന്നത് സംബന്ധിച്ച തീരുമാനം ജില്ലാ UDF നേതൃത്വത്തിന് വിട്ടു. മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നഗരസഭാ ചെയർമാൻ എന്നിവരെ DCC തലത്തിലുള്ള കോർ കമ്മിറ്റി തീരുമാനിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിന് രൂപവൽക്കരിച്ച കമ്മിറ്റിയായിരിക്കും ഇതിന്റെ ഉത്തരവാദിത്തം. ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരെ തീരുമാനിക്കുന്നത് മണ്ഡലാടിസ്ഥാനത്തിലുള്ള കോർ കമ്മിറ്റികളായിരിക്കും. DCC തല കോർ കമ്മിറ്റിയിൽ KPCCയിൽ നിന്നും മണ്ഡലാടിസ്ഥാനത്തിലുള്ള കമ്മിറ്റിയിൽ DCCയിൽ നിന്നും നിരീക്ഷണമുണ്ടാകും. അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം. കഴിവതും മുഴുവൻ കാലാവധിയിലേക്കും ഒരാൾ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തുടരും വിധമുള്ള ധാരണയുണ്ടാകും. നിശ്ചിത കാലത്തിനു ശേഷം അധികാരം പങ്കിടേണ്ടി വന്നാൽ വ്യക്തമായ ധാരണ എഴുതിയുണ്ടാക്കും. തർക്കം തീരാതെ വന്നാലേ KPCC തലത്തിലുള്ള ഇടപെടലുണ്ടാകൂ. അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ എന്നിവരെ സംബന്ധിച്ച ധാരണ ഒരുമിച്ച് രൂപപ്പെടുത്തും. ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗുമായും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായുമാണ് പ്രധാനമായും സ്ഥാനങ്ങൾ പങ്കിടേണ്ടത്. 21-നാണ് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. അതിനുശേഷമായിരിക്കും അധ്യക്ഷ, ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പ്. കോൺഗ്രസിന് യോജിക്കാൻ കഴിയാത്ത പാർട്ടികളുമായി ധാരണയുണ്ടാക്കി തദ്ദേശ സ്ഥാപന ഭരണം പിടിക്കരുതെന്ന കർശന നിലപാടും മാർഗനിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തും. ന്യൂസ് ഡെസ്ക് ജീവൻ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. അതേസമയം പത്തനംതിട്ടയിൽ ഉണ്ടാകണമെന്നും ജില്ല വിട്ടു പോവരുതെന്നും ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശം നൽകി. ബലാത്സംഗ കേസിൽ ഹൈക്കോടതി തീരുമാനത്തിന് ശേഷമായിരിക്കും രാഹുലിന്റെ ചോദ്യം ചെയ്യലിൽ SIT തീരുമാനമെടുക്കുക. ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശം. ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കഴിഞ്ഞ 11-നാണ് പാലക്കാട് എത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ രാഹുൽ പിറ്റേന്നാണ് പത്തനംതിട്ടയിലെ വീട്ടിലെത്തിയത്. ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളി യുവതിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസിൽ രാഹുലിന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ പരിഗണിക്കുന്നത് മാറ്റി. ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. മറുപടി നൽകാൻ സമയം വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഇത് പരിഗണിച്ചാണ് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്ന് സിംഗിൾ ബെഞ്ച് അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് ജീവൻ. കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടുള്ള അവലോകനം ട്വിറ്ററിൽ പങ്കുവച്ച് ശശി തരൂർ. കോൺഗ്രസിന് ദിശാബോധവും നയവും ഇല്ലാതായെന്ന് തരൂർ പറയുന്നു. കോൺഗ്രസ് വെറും പ്രതിപക്ഷമായി മാറുന്നുവെന്നാണ് വിമർശനം. ബദൽ നയമില്ലാതെ എതിർപ്പ് മാത്രമായി കോൺഗ്രസ് മാറുന്നുവെന്നും നിരീക്ഷണമുണ്ട്. തരൂരിനെ കോൺഗ്രസ് ഒതുക്കുന്നുവെന്നും അവലോകനത്തിലുണ്ട്. പാവങ്ങളുടെ മിഷിഹ ആകാൻ നോക്കിയ കോൺഗ്രസ് BJPക്ക് മുന്നിൽ പരാജയപ്പെട്ടു. നിരീക്ഷണം യാഥാർത്ഥ്യമെന്നും ചിന്താപരമെന്നും തരൂർ വിലയിരുത്തുന്നു. തരൂർ മൻമോഹൻ സിംഗ് അടക്കമുള്ള നേതാക്കളുടെ വിചാരധാരയുടെ പ്രതീകമാണെന്നും അവലോകനത്തിൽ പറയുന്നു.
തമിഴ്നാട്ടിൽ അടുത്ത സർക്കാർ രൂപീകരിക്കുമെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അവകാശവാദം തള്ളി MK സ്റ്റാലിൻ. സംഘിപ്പട മുഴുവൻ വന്നാലും ഇവിടെ ഒന്നും ചെയ്യാനാവില്ലെന്ന് സ്റ്റാലിൻ പറഞ്ഞു. DMKയുടെ യൂത്ത് വിംഗ് തിരുവണ്ണാമലയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്റ്റാലിൻ. ഇത് തമിഴ്നാടാണെന്നും ഞങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കണ്ടിട്ടില്ലെന്നും സ്റ്റാലിൻ പറഞ്ഞു. സ്നേഹത്തോടെ വന്നാൽ അതേ പെരുമാറ്റം തിരിച്ചുമുണ്ടാകും. എന്നാൽ അഹങ്കാരത്തിന് മുന്നിൽ തല കുനിക്കില്ലെന്നും സ്റ്റാലിൻ പറഞ്ഞു. BJPയുടെ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് ഫലപ്രദമായി പ്രതിരോധമൊരുക്കുന്നത് DMK മാത്രമാണെന്നും സ്റ്റാലിൻ പറഞ്ഞു. അടുത്ത ടാർഗറ്റ് തമിഴ്നാട് தான் சொல்றாரு. மாண்புமிகு அமித்ஷா அவர்களே, நீங்க இல்ல உங்க சங்கி படையே கூட்டிக்கிட்டு வந்தாலும் உங்களால ஒண்ணும் இங்க பண்ண முடியாது. இது தமிழ்நாடு. തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയും DMK യൂത്ത് വിംഗ് സെക്രട്ടറിയുമായ ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ കൂടുതൽ കരുത്തുറ്റ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും MK സ്റ്റാലിൻ പറഞ്ഞു. സ്വന്തം ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഉദയനിധിക്ക് കൃത്യമായ ധാരണയുണ്ട്. അപകടകാരിയാണ് ഉദയനിധിയെന്നും സ്റ്റാലിൻ പറഞ്ഞു. തമിഴ്നാടിനെ 50 വർഷം മുന്നിലേക്ക് നയിക്കണോ അതോ പിന്നിലേക്ക് നയിക്കണോ എന്നാണ് വോട്ടർമാർക്ക് മുന്നിലുള്ള ചോദ്യമെന്നും സ്റ്റാലിൻ പറഞ്ഞു. സംഘികളെ ഇതുവരെ തമിഴ്നാട്ടിൽ കാലുകുത്താൻ പോലും അനുവദിച്ചിട്ടില്ല. ഇനിയും അതേ സമീപനം തന്നെ തുടരുമെന്ന് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. നാഷണൽ ഡെസ്ക് ജീവൻ. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ 0.2% ഇടിവാണ് ഉണ്ടായത്. ഇതോടെ ഡോളറിന് 90.64 രൂപയായി. ഡിസംബർ 12-നാണ് രൂപയുടെ മൂല്യത്തിൽ ഇതിനു മുമ്പ് റെക്കോർഡ് ഇടിവ് രേഖപ്പെടുത്തിയത്. അന്ന് 90.55 രൂപയാണ് മൂല്യമിടിഞ്ഞത്. ഏഷ്യയിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസിയായി രൂപ മാറിയിട്ടുണ്ട്. രൂപയെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാനുള്ള നീക്കങ്ങളുമായി കേന്ദ്ര ബാങ്ക് രംഗത്തുണ്ട്. ഈ വർഷം ഇതുവരെ 5.5% മൂല്യശോഷണമാണ് രൂപയ്ക്കുണ്ടായത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ഏർപ്പെടുത്തിയ 50% തീരുവ രൂപയെ നെഗറ്റീവായി സ്വാധീനിച്ചു. ഇതിനൊപ്പം ഓഹരി വിപണിയിൽ നിന്ന് വിദേശ മൂലധനം വൻതോതിൽ പുറത്തേക്കൊഴുകുന്നതും രൂപയെ പ്രതിസന്ധിയിലാക്കി. വിദേശ നിക്ഷേപകർ $18 ബില്യൺ ഓഹരികളാണ് 2025 വിറ്റഴിച്ചത്. $500 മില്യൺ ബോണ്ടുകളും വിറ്റഴിച്ചു. ഇതും രൂപയുടെ മൂല്യമിടിയാനുള്ള പ്രധാന കാരണമാണ്. ന്യൂസ് ഡെസ്ക് ജീവൻ. സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരാക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികരും അമേരിക്കൻ പൗരന്മാരായ ഭാഷാ സഹായിയും കൊല്ലപ്പെട്ടു. 3 സൈനികർക്ക് പരിക്കേറ്റു. തിരിച്ചടി ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സിറിയയുടെ മധ്യഭാഗത്തുള്ള പാൽമിറയിലാണ് ആക്രമണമുണ്ടായത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സൈനികരാണ് കൊല്ലപ്പെട്ടത്. സിറിയൻ പ്രസിഡന്റിന് നിയന്ത്രണമില്ലാത്ത മേഖലയിലാണ് ആക്രമണമുണ്ടായതെന്ന് പെന്റഗൺ പ്രതികരിച്ചു. സംഭവത്തിൽ 2 സിറിയക്കാർക്കും പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ISIS ആക്രമണത്തിന് ഗുരുതര തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. We also have 3 wounded that seem to be doing pretty well. So we mourn the loss. These are 3 great people. And it's just a terrible thing. Syria, by the way, was fighting along with us. The new president of Syria is, as they told me, and I'm not surprised, he's devastated by it. US പൗരന്മാരുടെ മരണത്തിൽ സിറിയൻ പ്രസിഡന്റ് ഖേദം പ്രകടിപ്പിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ആക്രമണം നടത്തിയ ആളുടെ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അതേസമയം സിറിയയിൽ ഭീകരവാദത്തിനെതിരായ പ്രവർത്തനം തുടരുമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പറഞ്ഞു. അടുത്തിടെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായ പോരാട്ടത്തിന് സിറിയ അമേരിക്കയുമായി കൈകോർത്തത്. സിറിയയിലും ഇറാഖിലുമായി 7000-ഓളം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ഉണ്ടെന്നാണ് UN-ന്റെ കണക്ക്. 2015 മുതലാണ് അമേരിക്കൻ സേന സിറിയയിൽ നിരീക്ഷണം തുടങ്ങിയത്. ഇന്റർനാഷണൽ ഡെസ്ക് ജീവൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർലമെന്റിന് മുന്നിൽ UDF എംപിമാരുടെ പ്രതിഷേധം. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും എംപിമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ പാട്ട് പാടിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ദേശീയതലത്തിലും ഉയർത്തിപ്പിടിക്കാനാണ് UDF തീരുമാനം. ഇതിന്റെ ഭാഗമായി പാർലമെന്റിലും വിഷയം കോൺഗ്രസ് എംപിമാർ ഉന്നയിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികൾ സ്വർണ്ണക്കൊള്ള വിഷയം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാട്ട് പാടിക്കൊണ്ടായിരുന്നു UDF എംപിമാരുടെ പാർലമെന്റ് വളപ്പിലെ പ്രതിഷേധം.
സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ദനമൂറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ദനമൂറ്റിയേ സ്വർണം കെട്ടവരാരപ്പാ സഖാക്കളാണ് അയ്യപ്പ സ്വർണം കെട്ടവരാരപ്പാ സഖാക്കളാണ് അയ്യപ്പ ലോഹം കെട്ടവരാരപ്പാ സഖാക്കളാണ് അയ്യപ്പ സഖാക്കളാണ് അയ്യപ്പ ഓറ്റിയേ കേട്ടിയേ സ്വർണം ചെമ്പായി മാറ്റിയേ ഓറ്റിയേ കേട്ടിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. ശബരിമല സ്വർണ്ണപ്പാളിക്കൊള്ള പാർലമെന്റിലും ഉന്നയിക്കേണ്ട പ്രധാന വിഷയം തന്നെയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദവും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ UDFന് അനുകൂലമാക്കിയ ഘടകമാണെന്ന് കോൺഗ്രസ് വിലയിരുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. കണ്ണൂർ പാനൂരിൽ വടിവാൾ സംഘം അക്രമം നടത്തിയ സംഭവത്തിൽ 5 CPM പ്രവർത്തകർ അറസ്റ്റിൽ. പാറാട് സ്വദേശികളായ അമൽ, ശ്രീജു, ജീവൻ, റെനീഷ്, സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെയാണ് ശനിയാഴ്ച വൈകിട്ട് കണ്ണൂർ പാനൂരിൽ UDFന്റെ ആഹ്ലാദ പ്രകടനത്തിന് നേരെ വടിവാളുമായി CPM അക്രമം അഴിച്ചുവിട്ടത്. ലീഗ് പ്രവർത്തകരുടെ വീടുകളിൽ കയറിയ അക്രമികൾ ചിലർക്ക് നേരെ വാളുവീശി. പാറാട് ടൗണിലുണ്ടായ കല്ലേറിൽ നിരവധി UDF പ്രവർത്തകർക്ക് പരിക്കേറ്റു. 25 വർഷങ്ങൾക്ക് ശേഷമാണ് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് UDF പിടിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പാറാട് ടൗണിൽ ആഹ്ലാദ പ്രകടനം നടന്നത്. ഇതിനിടയിലേക്ക് വാഹനങ്ങളിലെത്തിയ CPM പ്രവർത്തകർ UDFകാർക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു. വ്യാപകമായി കല്ലേറുണ്ടായി. വടിവാളുകൊണ്ട് ആളുകൾ ആക്രമിച്ചു. ഇതിനിടെ ലീഗ് ഓഫീസ് അടിച്ചു തകർത്തു. കല്ലേറിൽ പോലീസ് ബസിന്റെ ചില്ലുകൾ തകർത്തു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് സ്ഫോടക വസ്തുക്കളും എറിഞ്ഞു. UDF പ്രവർത്തകരെ തെരഞ്ഞ് വടിവാളുമായി വീടുകളിലേക്ക് പാഞ്ഞുകയറി. ചിലർക്ക് നേരെ വാളോങ്ങുകയും ചെയ്തു. അരിശം തീരാഞ്ഞ് നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും വെട്ടിപ്പൊളിച്ചു. മണിക്കൂറുകളോളം പാറോടും പരിസരത്തും CPM അക്രമി സംഘം അഴിഞ്ഞാടുകയായിരുന്നു. വീടുകളിലെത്തുമ്പോൾ മുഖം മനസ്സിലാവാതിരിക്കാൻ പാർട്ടിക്കൊടി കൊണ്ട് മുഖം മറച്ചു. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു കലാപസമാനമായ അക്രമങ്ങൾ. സംഭവത്തിൽ 50ഓളം CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് 5 പേരെ അറസ്റ്റ് ചെയ്തത്. അതേസമയം രാമന്തളിയിൽ ഗാന്ധി പ്രതിമ തകർത്ത സംഭവത്തിലും പയ്യന്നൂരിൽ UDF ഓഫീസിനു നേരെ അക്രമം നടത്തിയ സംഭവത്തിലും പ്രതികളെ പിടികൂടിയിട്ടില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നതായി പയ്യന്നൂർ പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജീവൻ. കോഴിക്കോട് ഫറോക്കിൽ കൊലവിളി പ്രസംഗവുമായി CPM ഏരിയ കമ്മിറ്റി അംഗം. CPM ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം സമീഷാണ് കൊലവിളി നടത്തിയത്. ഞങ്ങൾക്ക് അരിവാൾ കൊണ്ടും ചില പണികളൊക്കെ അറിയാമെന്നായിരുന്നു സമീഷിന്റെ വെല്ലുവിളി. പ്രകോപനം തുടർന്നാൽ വീട്ടിൽ കയറി നിരങ്ങും. ഞങ്ങൾ ഇറങ്ങിയാൽ മുസ്ലിം ലീഗ് പിറ്റേ ദിവസം കരിദിനം ആചരിക്കേണ്ടി വരും തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു പ്രസംഗത്തിൽ. ഒരു തർക്കവും വേണ്ട. നേരത്തെയും ഈ ഫറോക്കിന്റെ മണ്ണിൽ മുസ്ലിം ലീഗ് CPIM ഏറ്റുമുട്ടിയിട്ടുണ്ട്. ആ ഏറ്റുമുട്ടിയ സാഹചര്യത്തിലൊക്കെ ഇവിടെ നഷ്ടമുണ്ടായത് മുസ്ലിം ലീഗിനാണ്. ആ ബോധ്യം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കുണ്ടാകണം. ഞങ്ങൾ ഈ നാടിനകത്ത് ക്ഷമിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു സംഘർഷം ഉണ്ടാവാതിരിക്കുന്നത്. 10 ആൾക്കാര് 4 DJ സൗണ്ട് വിട്ട് ഈ റോഡിനകത്തൂടെ പോകുമ്പോ ആ ആളുകളെ നിലയ്ക്ക് നിർത്താനുള്ള കഴിവും കരുത്തും ഈ നാടിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ട്. ലീഗിന്റെ പൊന്നാമ്പുരം കോട്ടകളൊക്കെ തന്നെ CPMഉം LDFും ജയിച്ചു മുന്നേറിയിട്ടുണ്ട്. ഈ കാലത്തൊന്നും ആ പ്രദേശത്ത് ഒരു കുഴപ്പവും അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കും. വോട്ട് അധികം കിട്ടിയവർ ജയിക്കും. അതിന് അക്രമത്തിന്റെ പാത സ്വീകരിച്ചാൽ അത് തടയുമെന്നും സമീഷ് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട സംഘർഷമുണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് നടത്തിയ CPM പ്രകടനത്തിനിടെയാണ് പ്രകോപനപരമായ പ്രസംഗം. ന്യൂസ് ഡെസ്ക് ജീവൻ. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മലയാള ടെക്നീഷ്യൻസ് അസോസിയേഷൻ മാക്ടയുടെ പവിലിയൻ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ കുക്കു പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. ടാഗോർ തിയേറ്ററിന് പരിസരത്താണ് പവലിയൻ. പ്രശസ്ത സംവിധായകൻ TV ചന്ദ്രൻ,
മാക്ട എക്സിക്യൂട്ടീവ് മെമ്പർമാരായ മധുപാൽ, വേണു ബി നായർ, ട്രഷറർ സജിൻ ലാൽ, രാജീവ് ആലുങ്കൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. സിനിമയ്ക്ക് സൃഷ്ടിപരവും സാങ്കേതികപരവുമായ സംഭാവനകൾ നൽകുന്ന ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരെ മുൻനിരയിൽ കൊണ്ടുവരുമെന്ന് പ്രസിഡന്റ് ജോഷി മാത്യു പറഞ്ഞു. IFFK പൂർവാധികം ശക്തിയോടുകൂടി 30-ാം വർഷവും മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സിനിമകളൊക്കെ ഒന്നിനൊന്ന് മെച്ചമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കണ്ട സിനിമയൊന്നും മോശമില്ല. പിന്നെ സംഘാടക മികവിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കിപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അത് 2-3 ദിവസം കൂടെയൊക്കെ കഴിയണം. അതിനുശേഷം അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റുള്ളൂ. മാക്ടയുടെ സജീവമായ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ സഹോദര സംഘടനകളായ FFKയുടെയും അമ്മയുടെയും ഒക്കെ സഹകരണങ്ങളുണ്ട്. മറ്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ചേംബർ, അങ്ങനെ മലയാള സിനിമയിലെ പ്രഗത്ഭരായ എല്ലാ സംഘടനകളുടെയും സഹകരണത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വിനോദത്തിന് വേണ്ടിയല്ല, മാറ്റത്തിനു വേണ്ടിയാണ് സിനിമ നിർമ്മിക്കുന്നതെന്ന സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയ കനേഡിയൻ സംവിധായിക കെല്ലി ഫൈഫെ മാർഷൽ പറഞ്ഞു. The events thus far, the opening ceremony was really great. Receiving the award has been an honor. I'm so excited for the rest of the festival, for the next. Literally, this, I would say that out of all the festivals that I've been to, this is one of my favorite festivals. Just the people, everyone has been so nice. ജീവൻ ടിവിയുടെ ഫെസ്റ്റിവൽ വില്ലേജ് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം. സ്വർണത്തിന്റെ ഉൽപ്പത്തിയും സ്വാധീനത്തെയും ആസ്പദമാക്കി MA യൂസഫ് അലിയുടെ മകൾ ഷെഫീന യൂസഫ് അലിയുടെ നേതൃത്വത്തിലുള്ള പൊന്നുപോലെ ആർട്ട് എക്സിബിഷന് ബിനാലയിൽ തുടക്കമായി. അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിസ്കാർഡ് ഫൗണ്ടേഷന്റെ സ്ഥാപകയാണ് ഷെഫീന. കൊച്ചി മുസ്ലിസ് ബിനാലയുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി കൽവത്തി റോഡിലെ KM ബിൽഡിംഗിൽ ആരംഭിച്ച എക്സിബിഷൻ UAE എംബസി പ്രതിനിധി മജീദ് M നെഗൈലാവി ഉദ്ഘാടനം ചെയ്തു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, മന്ത്രി P രാജീവ്, ഹൈബീഡൻ MP, ബിനാലെ ഫൗണ്ടേഷൻ ചെയർമാൻ V വേണു, ബിനാലെ പ്രസിഡന്റ് ബോസ് കൃഷ്ണാചാരി, ലുലു ഫിനാൻഷ്യൽസ് ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. അറബ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ വ്യാവസായിക ബന്ധങ്ങളെ അടയാളപ്പെടുത്തുന്നതാണ് പൊന്നുപോലെ എന്ന എക്സിബിഷൻ എന്ന് MA യൂസഫ് അലി പ്രതികരിച്ചു. This exhibition, those who present here also, and they are explaining about their experience and about their art. Thank you very much. And my part to encourage my daughter, because she loves art. I love my daughter. This is the difference. Thank you very much. എന്റെ മകൾക്ക് കലയോടാണ് ഇഷ്ടമെന്നും എനിക്ക് എന്റെ മകളെയാണ് ഇഷ്ടമെന്നും യൂസഫ് അലി പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 20-ലധികം കലാകാരന്മാരെ അണിനിരത്തുന്ന എക്സിബിഷൻ പ്രശസ്ത കലാകാരനും ക്യൂറേറ്ററുമായ മുർത്തസ വലിയാണ് ഒരുക്കുന്നത്. 23 ആർട്ടിസ്റ്റാണ് ഈ ഷോയിലുള്ളത്. പൊന്ന് എന്ന വാക്കിന്റെ വ്യാഖ്യാനങ്ങളാണ് ഈ ഷോയിലൂടെ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഗോൾഡൻ ഐക്കോൺ എന്ന് പറയും, പൊന്ന് വിലയാന്ന് പറയും, അല്ലെങ്കിൽ പൊന്നു പോലെ എന്ന് പറയും. ഇന്ത്യൻ ആർട്ടിസ്റ്റും ഉണ്ട്, എമിറാത്തി ആർട്ടിസ്റ്റും ഉണ്ട്. 2 കൾച്ചറിലും, UAE-ലായാലും ഇന്ത്യയിലായാലും ഈ ഗോൾഡിന്റെ കൾച്ചർ ഭയങ്കര സ്ട്രോങ് ആണ്. അതും ഇതിലൂടെ കാണിക്കുന്നുണ്ട്. മാർച്ച് 31 വരെ പ്രദർശനം തുടരും. ജീവൻ ന്യൂസ്, കൊച്ചി. കണ്ണൂർ വാരിയേഴ്സ് FC സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനലിൽ EMS സ്റ്റേഡിയത്തിൽ നടന്ന 1-ാം സെമിയിൽ നിലവിലെ ജേതാക്കളായ കാലിക്കറ്റ് FCയെ പെനാൽറ്റി ഗോളിന് തോൽപ്പിച്ചാണ് കണ്ണൂർ ആദ്യമായി ഫൈനലിന് യോഗ്യത നേടിയത്. മത്സരത്തിന്റെ 6-ാം മിനിറ്റിൽ തന്നെ മുഹമ്മദ് ആസിഫിനെ വലിച്ചു വീഴ്ത്തിയ കണ്ണൂർ ക്യാപ്റ്റൻ ലൌസാമ്പയ്ക്ക് മഞ്ഞക്കാട് ലഭിക്കുന്നത് കണ്ടാണ് മത്സരം ചൂടുപിടിച്ചത്. പിന്നാലെ കാലിക്കറ്റിന്റെ ഗോൾ ശ്രമത്തിന് ക്രോസ് ബാർ തടസ്സമായി. 21-ാം മിനിറ്റിൽ കാലിക്കറ്റിന്റെ സച്ചു സിബി പരിക്കേറ്റ് മടങ്ങി. പകരമെത്തിയത് ഷഹബാസ് അഹമ്മദ്. 36-ാം മിനിറ്റിൽ മുഹമ്മദ് ആസിഫ് എടുത്ത ഫ്രീ കിക്ക് കണ്ണൂർ പോസ്റ്റിലേക്ക് താഴ്ന്നിറങ്ങിയെങ്കിലും ഫിനിഷ് ചെയ്യാൻ ആരുമുണ്ടായിരുന്നില്ല. പിന്നാലെ പരിക്കൻ കളിക്ക് കാലിക്കറ്റിന്റെ ഖാനക്കാരൻ റിച്ചാർഡും അർജന്റീനക്കാരൻ സോസയും മഞ്ഞക്കാട് കണ്ടു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്ത് ലഭിച്ച സുവർണാവസരം കാലിക്കറ്റിന്റെ മുഹമ്മദ് അജ്സൽ പാഴാക്കി. 71-ാം മിനിറ്റിൽ കണ്ണൂർ ഗോൾ നേടി. എസിയർ ഗോമസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ചത് സിനാൻ. വലത്തോട്ട് ഡൈവ് ചെയ്ത കാലിക്കറ്റ് ഗോൾ കീപ്പർ ഹജ്മലിന്റെ കൈകളിൽ തട്ടിയാണ് പന്ത് പോസ്റ്റിൽ കയറിയത്.
അണ്ടർ 23 താരമായ സിനാൻ ഈ സീസണിൽ നേടുന്ന 4ാമത്തെ ഗോളാണിത്. ഡിസംബർ 19 കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഫൈനൽ പോരാട്ടം. സ്പോർട്സ് ഡെസ്ക്, ജീവൻ. 2020-ൽ 100 വിക്കറ്റും 1000 റൺസും തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ കളിക്കാരനെന്ന റെക്കോർഡ് ഹാർദിക് പാണ്ഡ്യയ്ക്ക്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3ാം 2020 മത്സരത്തോടെയാണ് ഈ നേട്ടം പാണ്ഡ്യ സ്വന്തമാക്കിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3ാം 2020-ൽ ഡ്രിസ്റ്റൺ സ്റ്റാംസിന്റെ വിക്കറ്റെടുത്താണ് 100 വിക്കറ്റ് എന്ന അപൂർവ നേട്ടം ഹാർദിക് പാണ്ഡ്യയെ സ്വന്തമാക്കിയത്. ബാറ്റുകൊണ്ട് 1939 റൺസും നേടി. പരിക്ക് കാരണം നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങൾ പാണ്ഡ്യയ്ക്ക് അടുത്ത കാലത്ത് നഷ്ടമാവുകയും ചെയ്തിരുന്നു. അർഷ്ദീപ് സിംഗും ജസ്പ്രീത് ബുംറയുമാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുമ്പ് 100 വിക്കറ്റ് നേട്ടം കൈവരിച്ച ഇന്ത്യൻ താരങ്ങൾ. തന്റെ 123ാം മത്സരത്തിലാണ് ഹാർദിക് 100 വിക്കറ്റ് സ്വന്തമാക്കിയത്. ധർമ്മശാലയിൽ ദക്ഷിണാഫ്രിക്കയുമായി നടന്ന മത്സരത്തിലെ തന്റെ ആദ്യ ഓവറിൽ തന്നെ താരം ഈ നേട്ടം സ്വന്തമാക്കി. മറ്റൊരു ഇന്ത്യൻ താരമായ യുസ്വേന്ദ്ര ചാഹലാണ് ഹാർദിക്കിന് തൊട്ടുപുറകിൽ 100 വിക്കറ്റ് നേട്ടത്തിലേക്ക് അടുക്കുന്ന താരം. 80 മാച്ചുകളിൽ നിന്നായി 96 വിക്കറ്റാണ് ചാഹലിന് ലഭിച്ചിരിക്കുന്നത്. 87 മാച്ചുകളിൽ നിന്നായി 90 വിക്കറ്റ് നേടിയ ഭുവനേശ്വർ കുമാർ ചാഹലിന് പിറകിലായുണ്ട്. IPLൽ മുംബൈ ഇന്ത്യൻസിനായി കളിച്ചിരുന്ന ഹാർദിക് 2020-ൽ ഒഴിവാക്കാൻ കഴിയാത്ത താരങ്ങളിലൊരാൾ കൂടിയാണ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവർ കഴിഞ്ഞാൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളയാൾ കൂടിയാണ് 32-കാരനായ ഹാർദിക് പാണ്ഡ്യ. സ്പോർട്സ് ഡെസ്ക്, ജീവൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് 80 നിയമസഭാ മണ്ഡലങ്ങളിൽ ആധിപത്യം നേടി UDF. LDFന് 58 മണ്ഡലങ്ങളിൽ മാത്രം 2ഇടത്ത് മുൻതൂക്കം BJPക്ക്. തെരഞ്ഞെടുപ്പ് പരാജയം ഭരണവിരുദ്ധ വികാരത്താലല്ലെന്ന് CPM. രാഷ്ട്രീയ വോട്ട് കുറഞ്ഞില്ലെന്നും നേതൃയോഗം. വിശകലനത്തിന് LDF സംസ്ഥാന സമിതി നാളെ. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 25 ലക്ഷം പേരുടെ കാര്യത്തിൽ വ്യക്തത വരുത്താനുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആശങ്കയിൽ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ. ബലാത്സംഗ കേസ് രാഹുൽ മങ്കുടത്തിൽ പത്തനംതിട്ട ജില്ല വിടരുതെന്ന് SIT. മുൻകൂർ ജാമ്യത്തിനെതിരായ സർക്കാർ അപ്പീൽ പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ള ദേശീയ തലത്തിലും വിഷയമാക്കി UDF MPമാർ. പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധം. തൊണ്ടി മുതൽ കണ്ടെത്താത്തത് ദുരൂഹമെന്ന് രമേശ് ചെന്നിത്തല. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.